ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും തോന്നുന്നതാണ്, ഒരു അമ്മയുടെ അടുത്തുള്ള സ്നേഹവും ഒരു വികാരവുമാണ്. ടീച്ചറുടെ പ്രശസ്തിയുടെ ഓരോരോ പടവുകൾ ചവിട്ടുമ്പോഴും നമ്മളുടെ വീട്ടിലെ നമ്മളുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ടീച്ചറിൻ്റെ മോൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അമ്മ പൊതുപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് എന്നുള്ളത്. അപ്പോൾ മക്കളും കൊച്ചുമക്കളും പരാതിപ്പെടാറുണ്ടോ അമ്മയെ വീട്ടിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ ഉയരാറുണ്ടല്ലോ? അപ്പോൾ അത് ടീച്ചർ എങ്ങനെ ബാലൻസ് ചെയ്യും? അതിന് ടീച്ചർ എന്ത് മാർഗമാണ് എടുക്കാറ്? ഇത് എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒട്ടേറെ അച്ഛനമ്മമാർക്കുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കൊറോണ കാലത്ത് അതിൻ്റെ ജോലിയിൽ ഏർപ്പെട്ട നഴ്സുമാർ, ഡോക്ടർമാർ, ആശാ വർക്കർമാർ പോലും അവർ ചിലപ്പോൾ അവരുടെ ഫീൽഡ് വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്ന സമയത്ത് മക്കളുടെ അടുത്തൊന്നും അധികം നേരം ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്കും ആ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കും ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം MLA ആകുന്നത് എൻ്റെ മക്കൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ എത്തിയ സമയത്തായിരുന്നു. എനിക്ക് വലിയൊരു നഷ്ടബോധമുണ്ട്. അവരെ ആ സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് പകരം എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും ആ ഒരു വിടവ് നികത്തിയിട്ടുണ്ട്. അവർ നന്നായിട്ട് നോക്കും. എങ്കിലും ഞങ്ങൾ എവിടെയായിരുന്നാലും രാത്രി വീട്ടിലെത്തുന്ന ദിവസം എല്ലാം കുട്ടികളുമായിട്ട് കൂടിച്ചേർന്ന് ആ ഒരു ബന്ധം മുറിഞ്ഞു പോകാതെ അവരുടെ മനസ്സിലുള്ളത് മുഴുവൻ കേൾക്കാനും എനിക്ക് അവരോട് കാര്യങ്ങൾ പറയാനും അതിന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു ബന്ധം ഇന്ന് വരെ മുറിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. അവർ എൻ്റെ ഞങ്ങളുടെ 2 മക്കളും നല്ല ഉപദേശകരാണ്, നല്ല വിമർശകരാണ്. അതേസമയത്ത് നല്ലത് കണ്ടാൽ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാൻ ഒരുപക്ഷെ അമ്മയെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മക്കളായിരിക്കും. തീർച്ചയായിട്ടും. എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയ 2 പേരും പറയും, അമ്മയൊക്കെ അതും കൂടി ചെയ്യായിരുന്നു കേട്ടോ എന്ന് പറയും. അതാണ് കുടുംബത്തിൻ്റെ ആകെ ഒരു. അതുപോലെ വന്ന 2 പെൺകുട്ടികൾ, മൂത്ത മകൻ്റെ ഭാര്യയും ഇളയ മകൻ്റെ ഭാര്യയും, അവരൊരു പക്ഷേ എനിക്ക് തോന്നുന്നു മക്കളെക്കാൾ അധികാരത്തോടു കൂടി അവരെന്നോട് ഈ കാര്യങ്ങൾ പറയും. അവർക്ക് എന്തെങ്കിലും ഒരു നല്ലത് കണ്ടാൽ വലിയ സന്തോഷം. അന്ന് വിളിച്ചിട്ട് പറയും, അമ്മ അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇല്ല പറയും, അമ്മ എന്താ അത് മറന്നുപോയോ എന്ന് ചോദിക്കും. അപ്പോൾ അതും എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്, നല്ല അമ്മയായിട്ട് തന്നെ കാണാൻ കഴിയും. ആദ്യം തന്നെ ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആദ്യം കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. തീർച്ചയായിട്ടും അവർ എല്ലാ ദിവസവും ഞങ്ങൾ പരസ്പരം ആശയവിനിമയം. പിന്നെ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ മൂത്ത മകൻ്റെ മകള് നിരാല് ഗൾഫിൽ തന്നെയുള്ളത്. വാട്സാപ്പിലൂടെ ഈ ബോട്ടിമിലൂടെയൊക്കെയാണ് അവരെ കാണാൻ സാധിക്കും. വിളിച്ചിട്ട് എല്ലാ ദിവസവും വിളിക്കും രാത്രി. അപ്പോൾ അവളുടെ കളികളും അവളുടെ ചിത്രം വരിയും ഒക്കെ ആയിട്ട് അങ്ങനെ കാണും. രണ്ടാമത്തത് ഇവിടെ കണ്ണൂരിൽ തന്നെയുണ്ട്. അവൾക്കാണ് അത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് ശീലമുള്ളതാണല്ലോ അവളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇപ്പോൾ കാണാണ്ടിരിക്കുമ്പം വാട്സാപ്പിലൂടെയൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് അവൾ അങ്ങോട്ട് വിളിക്കും, അച്ഛമ്മ വാന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമല്ലോ. എല്ലാം വീഡിയോ കോളുകളിലൂടെയാണ് ആൾക്കാർ. അപ്പോൾ ഒരു ചെറിയൊരു നീറ്റൽ മനസ്സിലുണ്ടാകും. അത് അപ്പം ഞാൻ കരുതുന്നത് നമ്മുടെ ഒരുപാട് സ്റ്റാഫ് അവർക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ കൊറോണ വാർഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും ജോലി കഴിഞ്ഞ് പിന്നെയും 16 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ബുദ്ധിമുട്ട് നോക്കുമ്പോൾ എൻ്റെത് ഒന്നുമല്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തും.